നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആറന്മുള എം.എൽ.എ. അബിൻ വർക്കി സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത പുറത്തുവരികയാണ്. ആറന്മുള എം.എൽ.എ. അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പത്തനംതിട്ട ഓമല്ലൂർ ഷട്ടർമുക്കിൽ വെച്ചാണ് അപകടം നടന്നത്. മധ്യ കേരളത്തിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് പത്തനംതിട്ടയിലും ആറന്മുള മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലും തുടരുന്ന പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നേരിട്ട് പങ്കെടുത്ത ശേഷം താമസ സ്ഥലത്തേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. പരിക്കേറ്റ എം.എൽ.എ. ഉടൻ തന്നെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ശേഷം മടങ്ങുകയായിരുന്നു എം.എൽ.എ. എന്തായാലും എതിർദിശയിൽ നിന്നും വന്ന ഒരു കാറാണ് നിയന്ത്രണം വിട്ട് ഈ ഒരു കാറിലേക്ക് ശക്തമായി വന്ന് ഇടിച്ചത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഇടിച്ചതിന്റെ ആഘാതത്തിൽ ഇരു വാഹനങ്ങളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നു. അപകട ശബ്ദം കേട്ടെത്തിയ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് എം.എൽ.എയും വാഹനത്തിലുണ്ടായിരുന്ന സഹപ്രവർത്തകരെയും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചത്. എം.എൽ.എ. അടക്കം കാറിലുണ്ടായിരുന്ന ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അബിൻ വർക്കി എം.എൽ.എക്ക് പുറമെ ഡ്രൈവർ വിഷ്ണു, ജെറിൻ, അരുൺ എന്നിവർക്കും പരിക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്തിറങ്ങിയ അതിതീവ്ര മഴയിൽ ആറന്മുള മണ്ഡലത്തിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരുന്നു. പമ്പയാറ്റിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആറന്മുള, കോഴഞ്ചേരി, മല്ലപ്പുഴശ്ശേരി മേഖലകളിലെ നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറുകയും ജനങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രളയബാധിത പ്രദേശങ്ങളിൽ നേരിട്ടെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി വരികയായിരുന്നു എം.എൽ.എ. എന്തായാലും ഇതിനു പിന്നാലെയാണ് എം.എൽ.എക്ക് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. ആറന്മുളയിലെ വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനും ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിനും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് എം.എൽ.എയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. ബോട്ട് മാർഗവും മറ്റ് രക്ഷാസേനകളുമായി ഏകോപിപ്പിച്ചും പ്രദേശത്ത് രാത്രി വൈകിയും വിപുലമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാണ് പുരോഗമിച്ചിരുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മടങ്ങവെയായിരുന്നു അപകടം. സംഭവത്തെക്കുറിച്ച് പ്രാദേശിക പോലീസ് വിശദമായി തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട കാറുകൾ റോഡിൽ നിന്നും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. എം.എൽ.എക്ക് പരിക്കേറ്റ വിവരമറിഞ്ഞ് നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ആശുപത്രിയിലെത്തി സുഖവിവരങ്ങൾ അന്വേഷിച്ചു. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ കഴിയുന്ന എം.എൽ.എയുടെ ആരോഗ്യാവസ്ഥ തൃപ്തികരമാണെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു.